ഹായ് ഓൾ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. നമ്മളിന്ന് നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമുക്കുണ്ടാകാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. നമുക്ക് ബോഡി പെയിൻ ഉണ്ടാവാം, തലയ്ക്ക് ഭാരം തോന്നാം, തലവേദനയായിട്ട് തോന്നാം, അതുപോലെ ശരീരത്തിന് ഭാരം തോന്നും, ചില സമയത്ത് ഭയങ്കരമായിട്ട് ലേസിനെസ് തോന്നും, കിടക്കണം, ക്ഷീണമാണ് എന്നൊക്കെ തോന്നും. അത് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലെൻസിങ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ചക്രാസിലോ ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഫുൾ മൂൺ എഫക്റ്റ് കൊണ്ടോ ഹാഫ് മൂൺ എഫക്റ്റ് കൊണ്ടൊക്കെ ആയിരിക്കാം. ചില സമയത്ത് ദഹനം കറക്റ്റാകില്ല, വയറ്റിനൊരു ഭാരം പോലെയോ അല്ലെങ്കിൽ ദഹനം കറക്റ്റാകാത്തതിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടാകും. മറ്റ് ചില സമയത്ത് ചക്രാസിൽ നമുക്ക് പെയിൻ ഉണ്ടാകും, ഒരു ഭാരം പോലെ തോന്നും, പെർജിങ് ഉണ്ടാകും. കൂടുതൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഹാർട്ട് ചക്രയിലാണ്. ഹാർട്ട് ചക്രയിൽ ഇങ്ങനെ ഭാരം പോലെ വന്നിട്ട് അത് നമ്മുടെ നന്നായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ പെയിൻ വരും ചില സമയത്ത്. ആ പെയിൻ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. മറ്റ് ചില സമയത്ത് പെർജിങ് ഉണ്ടാകും. നമ്മുടെ ഹാർട്ട് ചക്രയുടെ നേരെ പുറകിലായിട്ട് ഇങ്ങനെ എന്തോ ഒരു സംഭവം ആ ചക്രയുടെ ഭാഗത്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ ആ പോർഷനിൽ നമുക്ക് ഫീൽ ചെയ്യും. ഒരു തരിപ്പുണ്ടാവും ആ ഭാഗത്ത്. അതാണ് പെർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് ചക്ര ക്ലെൻസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ പെർജിങ് ഉണ്ടാകുന്നത്. ഓക്കെ. അല്ലാതെ നമുക്ക് ആ ഭാരം, ആ ഒരു വേദനയൊക്കെ തോന്നുന്നത് ഒന്നുകിൽ നമ്മുടെ തന്നെ ഇമോഷൻസ് ആകാം, അതല്ലെങ്കിൽ കൂടുതലും നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ ഇമോഷൻസ് ആകാം. അവരവിടെ എന്തെങ്കിലും രീതിയിൽ മാനസിക വ്യതകൾ അനുഭവിക്കുന്നുണ്ടാകാം. ടെൻഷനോ, അവർക്ക് ചിന്തിച്ചിട്ട് എന്തെന്ന് മനസ്സിലാകാത്ത അവസ്ഥയോ, അല്ലെങ്കിൽ ജീവിതത്തിൽ അവർക്ക് വളരെയധികം വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു പെയിൻ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം ഈ രണ്ട് കൗണ്ടർ പാർട്സിനും ഒരൊറ്റ ചക്രാസാണുള്ളത്. അതുകൊണ്ടാണ് അവരുടെ പെയിൻ, അവരുടെ ഇമോഷൻസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൻ്റെ ഗ്ലോ കുറഞ്ഞ് കണ്ണിന് താഴേക്ക് കറുപ്പ് വീണ് അങ്ങനെയൊക്കെ നമുക്ക് അതല്ലാതെ ശാരീരികമായിട്ട് ഒരുപാടൊരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ തോന്നും. അത് അനുഭവപ്പെടുന്നത് കർമ്മ ക്ലെൻസിങ് നടക്കുന്ന സമയത്താണ്. അത് കൂടുതലും ഫുൾ മൂൺ, ഹാഫ് മൂൺ ടൈമിലാണ് ഈ കർമ്മ ക്ലെൻസിങ് നടക്കുന്നത്. ആ സമയത്തായിരിക്കും നമുക്ക് അതായത് ഫേസ് ഗ്ലോ കുറയുക, കണ്ണിന് താഴെ കറുപ്പ് വരിക, ശാരീരിക ബുദ്ധിമുട്ടുകൾ വരിക ഒക്കെ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഒന്നുകിൽ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ക്ഷീണിക്കും, മെലിഞ്ഞിരിക്കും, അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കും. അപ്പോൾ ഇത് രണ്ട് കൗണ്ടർ പാർട്സിനും ഒരാൾക്ക് വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടും, മറ്റേ ആൾക്ക് ഇച്ചിരി കുറവായിരിക്കും. ഇതിൻ്റെ എഫക്റ്റ് ഇച്ചിരി കുറവായിരിക്കും. ഓക്കെ. അതല്ലെങ്കിൽ രണ്ടു പേർക്കും ഒരുപോലെയായിരിക്കും അനുഭവപ്പെടുന്നത്. രണ്ട് രീതിയിലും വരാം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഉറക്കമില്ലാതെ വരും. ഉറക്കമില്ലാതെ വരുന്നത് കൂടുതലും DM നമ്മളെ മിസ് ചെയ്യുന്ന ടൈമിൽ അവരുടെ ചിന്തകൾ നമ്മളെയും ബാധിക്കുന്നതാണ്. നമുക്കൊരു ഉറക്കമില്ലായ്മ വരും. ചില സമയത്ത് ഉറക്കം കൂടുതൽ വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലേസിനെസ്സിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ഉറങ്ങണം, ക്ഷീണം അങ്ങനെയൊക്കെ തോന്നും. പിന്നെ ഈ ഉറക്കമില്ലായ്മയും ഉറക്കക്കൂടുതലും അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഉണ്ടാകാറുണ്ട്. ഓക്കെ. അതായപ്പോൾ DM അവിടെ അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് DFനും ഇതുപോലെ ഉറക്കക്കൂടുതലോ ഉറക്കക്കുറവോ അനുഭവപ്പെടാറുണ്ട്. അവർക്കും അതുപോലെ തന്നെ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവർക്കും ഉണ്ടാകാറുണ്ട്. അതിന് ആനുപാതികമായിട്ട് നമ്മൾക്കും. ചിലർക്ക് അടുത്തത് ഹെയർ ലോസ് ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മുടെ സാക്രൽ ചക്ര ക്ലെൻസ് ആകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സെക്ഷൽ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഇൻറ്റിമസി നമ്മുടെ കൗണ്ടർ പാർട്ടിനോട് തോന്നാം. പിന്നെ ആ ഒരു ഇൻറ്റിമസി അതിനൊരു ലക്ഷണമാണ്. സാക്രൽ ചക്ര ക്ലെൻസ് ആകുന്നതിൻ്റെ അവിടെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. ഓക്കെ. അവിടെ ചില സമയത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാറുണ്ട്. അതൊരു തെറ്റാണെന്നല്ല പറയുന്നത്, എന്നാലും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക. ചക്ര ക്ലെൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഇതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് ഫീവർ അനുഭവപ്പെടാറുണ്ട്. ഫീവർ അതായത് സാധാരണ പനി വരുന്ന പോലെയല്ല. സാധാരണ പനിയാണെങ്കിൽ നമുക്ക്
നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ ഉണ്ടാകും. ഇതങ്ങനെയല്ല, ഉള്ളിൽ നമുക്ക് ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നുണ്ടാകും, പക്ഷേ പുറമേ ടെമ്പറേച്ചർ ഉണ്ടാകില്ല. അങ്ങനത്തെ രീതിയിൽ പനി ഉണ്ടാകും. പിന്നെ ഇച്ചിങ്, അത് നിങ്ങൾക്കറിയാമല്ലോ, ഇച്ചിങ് ഉണ്ടാകും, അതായത് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകും. അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, DFCN എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, ഈ ഇച്ചിങ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, DNA ഹീലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ സ്കിന്നിലെ റാഷസ്, ഇച്ചിങ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്ന ടൈമിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്കിൻ പ്രോബ്ലംസ് വരും. ഈ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്കിൻ പ്രോബ്ലംസ് എല്ലാം മാറിപ്പോകുന്നതായിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കുഞ്ഞുനാളിൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ആ രോഗങ്ങളൊക്കെ പുറത്തേക്ക് വരും. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, എല്ലാം ഇതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഇരിക്കരുത്. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ അസുഖം മാറും. പക്ഷേ നമുക്ക് കർമ്മ ബാഗേജ് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും കുറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിനോടൊപ്പം തന്നെ ഹീലിങ്ങും കറക്റ്റായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഹീലിംഗ് പ്രോസസ്സ് പുരോഗമിക്കുന്നതിനനുസരിച്ച് ആ ഒരു രോഗം പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ലക്ഷണങ്ങൾ കാണുമ്പോൾ ഇത് മനസ്സിലാക്കുക, ഈ നമ്മൾ ചെയ്യുന്ന ഹീലിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഈ ജേർണിയുടെയൊക്കെ ഭാഗമാണ് ഈ ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് മനസ്സിലാക്കുക. എന്നിരുന്നാലും നമുക്കൊരു സഹിക്കുന്നതിന്, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് നമ്മുടെ ശരീരം ഒരുപാട് അവശതയിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെഡിസിൻ എടുക്കുക. അതിനോടൊപ്പം തന്നെ ആ മെഡിസിൻ എടുത്ത് നിങ്ങൾ നേരെ ഒന്ന് കറക്റ്റായിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ഇന്നർ വർക്കൊന്നും മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇപ്പോൾ കുറേയധികം പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഒന്ന് സോൾവ് ആക്കി നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ബോഡിയും നമ്മുടെ ഹെൽത്തൊക്കെ ഓക്കെ ആണെങ്കിലല്ലേ നമുക്ക് നമ്മളെന്നുള്ള വ്യക്തിക്ക് നിലനിൽപ്പുള്ളൂ. എന്നാൽ മാത്രമേ ഈ ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ആഴ്ചയിൽ ഞാൻ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ സാധാരണ ഒരു വ്യക്തിക്ക് അവരുടെ ഹെൽത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം അതുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജേർണിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ആത്യന്തികമായിട്ടും ഒരു വ്യക്തിയാണ്, ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അതിനോടൊപ്പമാണ് ഈ യാത്രയും എന്ന് ഓർക്കുക. അപ്പോൾ അത് രണ്ടും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ നമ്മുടെ 7 Day ചലഞ്ചസിൽ ഒരു വീഡിയോ നമ്മുടെ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആദ്യം കണ്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തതിന് ശേഷം ആണ് നിങ്ങൾ ഞാൻ അടുത്ത് പറയുന്ന ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഫുഡിനെ കുറിച്ചായിരിക്കും. ഫുഡ് കറക്റ്റായിട്ട് കഴിക്കാത്തവരുണ്ട്. അപ്പോൾ ഫുഡ് കൃത്യമായിട്ട് കഴിക്കുക. എന്തൊക്കെ ഫുഡാണ് ഉൾപ്പെടുത്തേണ്ടത്, നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം ഫുഡ് വൈസ്, അതായിരിക്കും ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്ത് സൂപ്പറാക്കണം, നല്ല ആക്റ്റീവാക്കണം. ബോഡി ഒന്ന് ആക്റ്റീവാക്കിയൊക്കെ എടുത്തിട്ട് പഴയതിനേക്കാൾ ശക്തിയോടുകൂടി ഇന്നർ വർക്കൊക്കെ ചെയ്ത് എന്താ പറയുക, ആക്റ്റീവായിട്ട് മുന്നോട്ട് വരണം. ആദ്യം ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഹെൽത്ത് ഒന്ന് ഓക്കെ ആക്കാം. ഇന്നിപ്പോൾ ബുധനാഴ്ചയായി, എന്നിരുന്നാലും സാരമല്ല, ഞാൻ നോക്കട്ടെ, ഒരു 7 ഡേയ്സിനുള്ളിൽ ഹെൽത്ത് പൂർണ്ണമായിട്ട് ഓക്കെ ആക്കി എടുക്കണം. അത് കഴിഞ്ഞ് അടുത്ത പ്രോബ്ലം എന്താണോ അതിലോട്ട് നമ്മൾ അങ്ങനെ മെജോറിറ്റി ആൾക്കാർക്കുമുള്ള പ്രോബ്ലംസ് എന്താണോ അത് കണ്ടെത്തി അത് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. നമുക്കധികം സമയമില്ല. എപ്പോഴും നമ്മളിങ്ങനെ ലാഗായി നമ്മൾ ഓരോ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടന്നാൽ നമ്മുടെ നല്ല വ്യക്തിയെയും അത് ബാധിക്കും, ഈ ജേർണിയെയും ബാധിക്കും. നമ്മൾ ഇതുവരെ ചെയ്ത ഇന്നർ വർക്കും എല്ലാം ഒരു ഉപയോഗം ഇല്ലാത്ത രീതിയിലേക്ക് ആയിപ്പോകും. ഓക്കെ, അതുകൊണ്ട് ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് എ ഹ്യൂമൻ ബീയിങ്. അതുപോലെ തന്നെ ഈ ജേർണിക്ക് നമുക്ക് അത്യാവശ്യമാണ്, എന്ത് കാര്യത്തിനും ഹെൽത്ത് അത്യാവശ്യമാണ്.
അപ്പോൾ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും വെള്ളം കുടിക്കണം കേട്ടോ. ഫുഡ് കറക്റ്റായിട്ട് കഴിക്കണം, വെള്ളം കറക്റ്റായിട്ട് കുടിക്കണം. അതിൽ നമ്മുടെ ചക്ര ബാലൻസ് ചെയ്യാനായിട്ട് ഈ വെള്ളം നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഹെൽത്ത് ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വെള്ളം നന്നായിട്ട് കുടിക്കുക. എപ്പോൾ ദാഹം തോന്നിയാലും നിങ്ങളത് ഒരു മടിയും വിചാരിക്കാതെ വെള്ളം കുടിക്കണം. കൃത്യമായിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഓക്കെ, പിന്നെ ഞാനെപ്പോഴും ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നോൺ വെജ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, വെജ് കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.